നമസ്കാരം. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി കേരളത്തിലെത്തും. നാളെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ സംസ്കാര ചടങ്ങിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി കേരളത്തിലെത്തുക. ഏകദേശം വൈകുന്നേരമാകുമ്പോഴത്തേക്കും കേരളത്തിലെത്തുമെന്ന റിപ്പോർട്ടുകൾ ലഭിച്ചിരിക്കുകയാണ്. ഒപ്പം കേരളത്തിന്റെ സാഹചര്യം മാറിമറിയുന്ന ഒരു വലിയ കാഴ്ചയിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ അവസ്ഥ എടുത്തു പറയേണ്ടത് തന്നെ. കാരണം ആരും ആദ്യം ഫോക്കസ് ചെയ്യാത്ത മേഖല, ആരും ആദ്യം ശ്രദ്ധിക്കപ്പെടാത്ത മേഖല പത്തനംതിട്ടയിലെ വാർത്താവിനിമയ സംവിധാനം തകരാറിലായ ഒരു സാഹചര്യം കാണുകയാണ്. സ്വാഭാവികമായി റാന്നി അടക്കമുള്ള പ്രദേശങ്ങളിൽ പലരും വീടിന്റെ ടെറസിന് മുകളിൽ നിന്ന് മൊബൈലിൽ ലൈവിൽ വന്നുകൊണ്ട് രക്ഷപ്പെടുത്തണമെന്ന് പറയുന്ന സാഹചര്യം, അതോടൊപ്പം വലിയ രീതിയിലുള്ള പ്രളയം ബാധിച്ചു കൊണ്ടിരിക്കുന്ന പത്തനംതിട്ട, ആ സാഹചര്യത്തിലാണ് വാർത്താവിനിമയ സംവിധാനം മൊത്തം തകരാറിലാകുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് പത്തനംതിട്ടയിലേത്. ഒപ്പം കുത്തിയത്തോട്ടിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. പള്ളിക്കെട്ടിടം തകർന്ന് വലിയ രീതിയിലുള്ള ഒരു അപകടം പറ്റി. 7 പേരെ കാണാനില്ല. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിവരങ്ങളാണ് കുത്തിയത്തോട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രളയക്കെടുതിയുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിയോട് ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി ചോദിക്കുകയുണ്ടായി. കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായി നൽകുമെന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം രക്ഷാപ്രവർത്തനത്തിൽ ചില സ്ഥലങ്ങളിൽ, അതായത് ആലുവ പോലെയുള്ള പ്രദേശങ്ങളിൽ, ആലുവയിലെ ദുരിതാശ്വാസ മേഖലകളിൽ കൃത്യമായിട്ട് ഭക്ഷണങ്ങൾ എത്തുന്നില്ല, കൃത്യമായി വെള്ളങ്ങൾ എത്തുന്നില്ല എന്ന പരാതി നിലനിൽക്കെ മുഖ്യമന്ത്രി PH കുര്യനെ മുഖ്യമന്ത്രി ശാസിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ പറയാം. കാരണം ഇത്തരത്തിലുള്ള ഒരു വലിയ രക്ഷാപ്രവർത്തനത്തിന് ഒരുങ്ങുകയാണ് സർക്കാരും അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും. എല്ലാവരും കൃത്യമായി പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് PH കുര്യനെ വിളിച്ച് മുഖ്യമന്ത്രി ശാസിക്കുന്നത്. കാരണം സർക്കാരിന് ഇനി ഒന്നും നോക്കാനില്ല. തീർച്ചയായും പറഞ്ഞാൽ ഈ പ്രളയത്തിൽ എല്ലാവരും രാഷ്ട്രീയം മറന്നുകൊണ്ട്, മതം മറന്നുകൊണ്ട്, ജാതി മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഒന്നോടുകൂടി മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ കൃത്യമായ നടപടി എടുക്കുന്നു എന്നുള്ളത് പ്രശംസനീയം തന്നെയാണ്. ഒപ്പം ആലുവയിലെ, ഞാൻ നേരത്തെ പറഞ്ഞ ആലുവയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ, അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിലവിൽ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ കഴിഞ്ഞിരുന്ന ആളുകളെയൊക്കെ ഈ ദുരിതാശ്വാസ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അവിടെ നിലവിൽ വലിയ രീതിയിലുള്ള ഒരു പ്രയാസമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്തേക്കാണ് 3 ദിവസം വെള്ളം, ഭക്ഷണം ലഭിക്കാതെ ഇരിക്കുന്ന ആളുകളെ കൊണ്ടുവന്നിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് പ്രശ്നമുണ്ടാവും. രക്ഷാപ്രവർത്തകരെ അല്ലെങ്കിൽ മറ്റുള്ള അധികൃതരെ മോശപ്പെടുത്തുകയല്ല, ചില സാങ്കേതിക പ്രശ്നങ്ങൾ, ചിലപ്പോൾ സഹായഹസ്തവുമായി എത്താനുള്ള സമയ ലഭ്യത കുറവ്, അങ്ങനെയൊക്കെ കൊണ്ടാകാം. എന്നാലും ആ ഒരു പ്രശ്നം പരിഹരിക്കണമെന്ന വലിയ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ രീതിയിൽ ഫോക്കസ് ചെയ്തിരുന്ന വയനാടിന്റെ കാര്യം ഏറ്റവും രീതിയിൽ ഫോക്കസ് ചെയ്യപ്പെട്ടതാണ്. എന്നാൽ വയനാടിൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് വയനാടിൽ മഴ ഒരു കുറവായിട്ട് ലഭിക്കുന്നത് കൊണ്ട്, അതായത് നേരത്തെയുള്ള പ്രഹരം മഴയ്ക്കില്ല, അല്ലെങ്കിൽ നേരത്തെയുള്ള ശക്തിയിലല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, വളരെ കുറഞ്ഞ രീതിയിലാണ് മഴ പെയ്യുന്നത്. ഇത് വയനാടിന്റെ കാലാവസ്ഥയ്ക്ക് തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ രക്ഷാപ്രവർത്തനം വയനാടിന്റെ എടുത്തു പറയേണ്ടതാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ, ഏവരും, എന്തിനു പറയണം, മാധ്യമ പ്രവർത്തകർ പോലും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്ന ഒരു സാഹചര്യം വയനാടിൽ കാണുന്നുണ്ട്. പക്ഷേ മാനന്തവാടിയുടെ കാര്യം ഉരുൾപൊട്ടലിന് മുൻപ് അധികൃതർ സ്വീകരിച്ച വലിയൊരു നടപടി പ്രശംസനീയം തന്നെയാണ്. മാനന്തവാടിയിൽ
ഉരുൾപൊട്ടിയ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം മുൻപേ നടത്താൻ വേണ്ടി സാധിച്ചതുകൊണ്ട് അതൊരു പ്രശംസനീയമായിട്ടുള്ള കാര്യമാണ്. കൊല്ലം ജില്ലയിൽ ഇതുവരെ 65 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. 1371 കുടുംബങ്ങളിൽ നിന്നുള്ള 4643 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കൊല്ലം ജില്ലകളിലെ റിപ്പോർട്ട് അനുസരിച്ച് പറയാൻ വേണ്ടി സാധിക്കുന്നത് കൊല്ലം ജില്ല ഒരു സേഫ് സോണിലേക്ക് വരുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു 40-50% കൊല്ലം ജില്ല ഒരു സേഫ് സോണിലാണെന്ന് നമുക്ക് പറയാം. റെഡ് അലേർട്ട് തുടരുകയാണ്. കൊച്ചി ആഫ്റ്റർ മെഡിസിറ്റിയുടെ അവസ്ഥ, കാരണം ശാസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ എന്തിനു പറയണം, ഹൃദയ ശാസ്ത്രക്രിയ അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു രോഗികൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് ആഫ്റ്റർ മെഡിസിറ്റിയിൽ പോലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം. കൃത്യമായി പറഞ്ഞാൽ രോഗികളൊക്കെ ദുരിതത്തിലാകുന്ന സാഹചര്യം. രോഗികളെ അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി ആഫ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇത് പറഞ്ഞത്. അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ള ഒരു റിപ്പോർട്ട്, അതിൽ വ്യക്തമായിട്ടുള്ള ഒരു വിവരം കിട്ടിയിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം മധ്യപ്രദേശ് മേഖലയിലേക്ക് മാറിയത് കൊണ്ട് കേരളത്തിൽ അതിശക്തമായ മഴയുണ്ടാകില്ലെന്ന റിപ്പോർട്ട് വിലയിരുത്തൽ ലഭിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ആശ്വാസമാകുന്ന ഒരു കാര്യമാണ്. ഒപ്പം 13 ജില്ലകളിലും റെഡ് അലേർട്ട് തുടരുമ്പോൾ കാസർഗോഡ് ജില്ല റെഡ് അലേർട്ടിന്റെ പരിധിയിൽ പോലും എത്തിയില്ല എന്നത് വലിയ ആശ്വാസമാണ് കാസർഗോഡുകാർക്ക്. ബേക്കൽ തൃക്കണ്ണാട് ഭാഗത്ത് നെല്ലിക്കുന്ന് കടപ്പുറ പ്രദേശത്തൊക്കെ ചെറിയ രീതിയിൽ കടൽക്ഷോഭം, നെല്ലിക്കുന്ന് കടപ്പുറത്ത് കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ബേക്കൽ തൃക്കണ്ണാട് പ്രദേശത്ത് കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 13 പേരെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ജാഗ്രതാ നിർദ്ദേശവുമായിട്ട് തീരദേശ അധികൃതരും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ രംഗത്തെത്തിയത് കൊണ്ട് വലിയ രീതിയിലുള്ള സജ്ജമാണ് കാസർഗോഡ് ഉണ്ടായിക്കൊണ്ടുള്ളത്. ചില തളങ്കര തെരുവത്ത് പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കം, കാഞ്ഞങ്ങാട് മേഖലയിൽ ചെറിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം, അണങ്കൂർ ബദിര മേഖലകളിലുള്ള ചെറിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമൊന്നും കാസർഗോഡ് ജില്ലയെ ബാധിച്ചിട്ടില്ല. കോഴിക്കോട് കനത്ത മഴ തുടരുന്നു. നഗരത്തിലെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ്. കോഴിക്കോട് രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും രക്ഷാപ്രവർത്തനം അവിടെ ശക്തമായി തുടരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മേഖലകളിൽ തീർച്ചയായും പറഞ്ഞാൽ കളക്ടർ അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ട് വലിയ ഒരു ഫോക്കസിങ് കോഴിക്കോട്ടേക്ക് തന്നെ കൊടുക്കാനുള്ള രീതിയിലാണ് അവർ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം അവിടെ രക്ഷാപ്രവർത്തനവും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം എറണാകുളം ദേശീയപാതയിൽ 11 മണി മുതൽ യാത്ര നിരോധിച്ചു. തിരുവനന്തപുരം എറണാകുളം ദേശീയപാതയിൽ 11 മണി മുതൽ യാത്ര നിരോധിച്ചിരിക്കുന്നു. ഒപ്പം കേരളത്തിലുടനീളമുള്ള മിക്ക തീവണ്ടി സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ദീർഘദൂര തീവണ്ടികൾ മധുര വഴി തിരിച്ചുവിടുന്നുണ്ട്. ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള സഹായങ്ങൾ കേരളത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു വീഴ്ചയായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടപ്പള്ളിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഇപ്പോൾ കിട്ടിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇടപ്പള്ളിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ അപകടം. രക്ഷാപ്രവർത്തകൻ വെള്ളത്തിൽ വീണു. ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇടപ്പള്ളിയിലെ രക്ഷാപ്രവർത്തനം ഊർജ്ജസ്വലമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഒരാൾ വെള്ളത്തിലേക്ക് വീഴുന്നത്. എന്നാൽ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടാണ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 139 അടിയാകും. തീരുമാനം മുല്ലപ്പെരിയാർ സമിതി സുപ്രീം കോടതിയെ അറിയിച്ചു. തമ്മിലടിക്കേണ്ട സമയമല്ല ഇതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 139 അടിയാക്കും. തമിഴ്നാടുമായിട്ടുള്ള പ്രശ്നവും എല്ലാം മാറ്റി നിൽക്കുക. സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള ഒരു തീരുമാനവുമായിട്ട് വന്നിരിക്കുന്നു. ഏറ്റവും സംയോജിതമായ ഇടപെടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. മറ്റൊരു റിപ്പോർട്ടിങ്ങിനുമായി ബന്ധപ്പെട്ട് 37 മാധ്യമ പ്രവർത്തകർ ചെറുതോണിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വലിയ റിപ്പോർട്ട് ലഭിച്ചിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ മൂലം ചെറുതോണി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. തിരുവല്ല കല്ലുങ്കൽ കാത്തോലിക്ക പള്ളിയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ വെള്ളം കയറി. 95 പേർ വെള്ളത്തിനടിയിൽ. അതിവേഗം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം.
9 ദിവസത്തിനിടെ മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചത് 164 പേര്. നേരത്തെ പറഞ്ഞ 37 മാധ്യമ പ്രവർത്തകരാണ് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചെറുതോണി ഭാഗത്തേക്ക് പോയതാണെങ്കിലും അവരവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. വയനാട്, ഇടുക്കി, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലുള്ളവർക്ക് 23 വരെ കോൾ ഡാറ്റ നിരക്കുകൾ BSNL സൗജന്യവും പ്രഖ്യാപിച്ചതായിട്ട് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ദേശീയ ദുരന്തമായിട്ട് ഇതിനെ കാണണമെന്ന വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്നായാലും അധികൃതരുടെ ഭാഗത്തു നിന്നായാലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തുമെന്ന ഒരു റിപ്പോർട്ട് ലഭിച്ചത് കൊണ്ട് വലിയ രീതിയിലുള്ള സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാമെന്ന ഒരു സമാധാനമുണ്ട് കേരളത്തിന്. ഒപ്പം സർക്കാർ സജ്ജമായി നിൽക്കുന്നു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ സജ്ജമായി നിൽക്കുന്നു, നാട്ടുകാര്, കേരളീയർ ഒന്നിച്ചു നിൽക്കുന്നു. എല്ലാം കൊണ്ടും നേരിടാൻ തയ്യാറാണ്. പക്ഷേ പ്രളയം പിന്നോട്ട് പോകുന്നില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.